ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ചോദ്യം, കണ്ടുമുട്ടുന്ന മനുഷ്യരോട് അവരവരുടെ ജീവിതം പറയാൻ വേണ്ടി എന്നെ വിളിക്കുന്നവരിൽ നിന്ന് ഏതെങ്കിലും ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോയാൽ ചോദ്യോത്തര വേളകളിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ ഞാൻ ഏതൊരു ചോദ്യമാണ് മനുഷ്യരിൽ നിന്ന് കേട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഈ ജീവിതത്തിന് അർത്ഥം? ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തിനാണ് നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന ഒരു ചോദ്യം ചിലർ നേരിട്ട്, ചിലർ അല്ലാതെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ വിഷമിച്ച് ജീവിച്ച് തീർക്കേണ്ടി വരുന്നത്? ഈ ഭൂമിയിൽ ഇങ്ങനെ കുറേ നാൾ ജീവിക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം? കഴിഞ്ഞ 2-3 വർഷമായിട്ട് ജീവിതത്തിൻ്റെ വെളിച്ചത്തെക്കുറിച്ച് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളിൽ നിന്നും ഞാനത് കേട്ടിട്ടുണ്ട്. മടുത്തു, ഈ ഒരു അർത്ഥമില്ലാത്ത ജീവിതം ജീവിച്ച് എന്തിനാണ് ഇങ്ങനെ പോകുന്നത് എന്ന ചോദ്യം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യ സമൂഹത്തിലുള്ള ചില അനുഭവങ്ങൾ കാണുമ്പോഴൊക്കെ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, എന്തൊരു നിരർത്ഥകമായ ജീവിതമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ട് നാരായണ ഗുരു മനുഷ്യൻ ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളോടും ഭൂമിയോടും കാണിക്കുന്ന അക്രമം കണ്ടിട്ട് ഗുരു ആത്മകഥം പോലെ പറഞ്ഞിട്ടുണ്ട്. ഈ ജീവി ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ മിണ്ടാപ്രാണികളായ മറ്റു ജീവികൾക്ക് അവരുടെ സ്വതന്ത്രമായ ജീവിതം ഇവിടെ ജീവിക്കാമായിരുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടുണ്ട്. ഇനി ഒരാൾക്ക് ആളുടെ ജീവിതത്തിൽ തോന്നിയിട്ടില്ലെങ്കിലും ലോകത്തുള്ള മറ്റ് മനുഷ്യരുടെ ജീവിതം കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ ഈ മനുഷ്യവംശം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് തോന്നിയിട്ടുണ്ട്. വളരെ നിഷേധാത്മകമെന്ന് തോന്നുന്ന ഒരു സത്യമാണത്. സത്യത്തിന് 2 മുഖങ്ങളുണ്ട്. നിഷേധാത്മകമായ ഒരു മുഖമുണ്ട്, പ്രസാദാത്മകമായ ഒരു മുഖമുണ്ട്. രണ്ടും സത്യം തന്നെയാണ്. ജീവിതം എന്ന് പറയുന്നത് നിരർത്ഥകമാണ് എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു സത്യമാണ്. നിഷേധാത്മകമായ ഒരു സത്യമാണ്, നിരാശാത്മകമായ ഒരു സത്യമാണ്. ലോകത്തിലൊരു ജീവിയും പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം ഒരാൾ പറയേണ്ടി വന്നത് സങ്കല്പം കൊണ്ടല്ല. അവരവരുടെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും സാമൂഹിക ജീവിതത്തിലേക്കും മനുഷ്യൻ്റെ ഭൂതകാല ചരിത്രത്തിലേക്കും ഒക്കെ നോക്കുമ്പോൾ വളരെ നിരർത്ഥകമായി ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കേവലം ഒരു സങ്കല്പ സൃഷ്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു സത്യം തന്നെയാണ്, നിരാശാത്മകമായ സത്യം. എന്നാൽ മറ്റൊരു രീതിയിൽ നമ്മൾ മറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മളൊരു ദിവസം മുഴുവൻ ജീവിക്കുമ്പോൾ നമ്മളങ്ങനെ നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ലോകത്ത് മാത്രമാണോ നമ്മൾ ജീവിക്കുന്നത്? എത്രയോ തരത്തിൽ നോവനുഭവിക്കുന്ന, ജീവിതത്തിൻ്റെ നിരാശാത്മകമായ മുഖങ്ങളിലൂടെ സത്യത്തിലൂടെ കടന്നു പോകുന്ന പലരും ഇവിടെ വന്നിരിപ്പുണ്ട്. പക്ഷെ കുറച്ച് സമയം വലിയൊരു ആശ്വാസമാണ്.
നമ്മളുടെ ക്ലാസ്സിലുള്ള ഒരു ചേച്ചി ജീവിതത്തെ മടുത്ത് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ആഴമേറിയ നോവിൻ്റെ എല്ലാ വിഷമങ്ങളും അനുഭവിച്ച് ഇനി ഒരിക്കലും ജീവിതത്തിൻ്റെ ഒരു പച്ചപ്പ് സ്പർശിക്കാൻ കഴിയില്ല എന്നുറപ്പിച്ച് ഇനി എന്നെന്നും ജീവിതം ഈ നീറി മാത്രമായിരിക്കും കഴിയേണ്ടി വരിക എന്ന് തീരുമാനിച്ച് ആ സത്യത്തിൻ്റെ ഏറ്റവും നിരാശാത്മകമായിട്ടുള്ള ഒരു മുഖം അനുഭവിച്ച് കഴിഞ്ഞിരുന്ന ഒരു ചേച്ചി വളരെ യാദൃശ്ചികമായി മറ്റൊരു സുഹൃത്ത് വഴി നമ്മുടെ ക്ലാസ്സിൽ വരികയുണ്ടായി. അവർ ഈ ക്ലാസ്സിലുണ്ട്. കുറച്ച് ക്ലാസ്സുകളൊക്കെ കേട്ടു. ഈ കൂട്ടായ്മയിലിരുന്ന് ഈ ഒരു സത്സംഗത്തിൻ്റെ ഭാഗമായി ഇവിടെ പറയുന്ന കാര്യങ്ങൾ, പറയാത്ത കാര്യങ്ങൾ, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അവരുടെ ഉള്ളിലുള്ള ഏതോ ഒരു വെളിച്ചത്തെ ഉണർത്തുകയും പിന്നീട് പെട്ടെന്നൊരു ദിവസം താൻ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥതയോടെ തനിക്ക് കടന്നു പോവാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഇടങ്ങളിലൂടെ വളരെ പ്രസന്നയായി പ്രശാന്തയായി സഞ്ചരിച്ച് തിരിച്ചു വന്നിട്ട് അവരെനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ആ വഴികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സ് മരവിച്ചു പോവും. എൻ്റെ മനസ്സ് ആഴമേറിയ നോവിന് വിധേയമായി പോകും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്ന ഇടങ്ങളിലൊക്കെ ഒരു മന്ദഹാസത്തോടെയും സന്തോഷത്തോടെയും യാത്ര ചെയ്ത് എനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു. ആ ഒരു വെളിച്ചം എനിക്ക് കിട്ടിയത്, അങ്ങനെ ഒരു സന്തോഷത്തിലേക്ക്, ഒരു വെളിച്ചത്തിലേക്ക് എൻ്റെ ബോധം ഉണർന്നു വരാൻ കാരണമായത് ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായതാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് മഹാഗുരുക്കന്മാരുടെ ഹൃദയമൊഴികൾ ശ്രവിക്കാൻ ഭാഗ്യമുണ്ടായതുകൊണ്ടാണ് എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് അവരെന്നോട് പറഞ്ഞു. ഏറ്റവും അവസാനം പറഞ്ഞതാണ്. ഇതുപോലെ കുറേ ആളുകൾ, ഒരു കുഞ്ഞു ലോകത്തിലാണ് നമ്മളിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലും പുറത്തുമായി 200ൻ്റെ ഉള്ളിൽ വരുന്ന മനുഷ്യരാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, 2-3 വർഷമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരു 50 പേരെങ്കിലും ജീവിതത്തിൻ്റെ ഏറ്റവും നിരാശയുടെ ലോകത്ത് നിന്ന് അവർക്ക് പോലും ഒരിക്കലും അനുഭവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാത്ത ഒരു പ്രസാദാത്മകതയുടെ ലോകത്തിലേക്ക് വന്ന് ധീരമായി ജീവിക്കുന്നവരായി മാറിയിട്ടുണ്ട്. നമ്മൾ ഈ ക്ലാസ്സിൽ ലൈവായിട്ട് വരുന്നവർ അത് കുറവായിരിക്കാം. ഞാൻ എൻ്റെ ജീവിതത്തെ എടുത്തു നോക്കുമ്പോഴും ഇങ്ങനെയുള്ള ക്ലാസ്സുകളുടെ ഭാഗമാവുകയും മഹാഗുരുക്കന്മാരുടെ പരമ്പരയോട് കണ്ണു ചേർന്ന് നിന്ന് അവർ പകർന്നു തന്ന വെളിച്ചത്തെ മുറിയാതെ ധ്യാനിക്കുകയും അത് എഴുതുകയും പറയുകയും കണ്ടുമുട്ടുന്ന മനുഷ്യരുടെ ഒക്കെ കൂടെ ചേർന്ന് നിന്ന് ആ ഒരു മൂല്യത്തെ സ്വന്തം ജീവിതത്തിൻ്റെ ചിന്തയിലേക്കും വാക്കിലേക്കും പ്രവൃത്തിയിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് ജീവിതം അർത്ഥമുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് കൊള്ളാം എന്ന ഒരു ഫീൽ എനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാനങ്ങ് മാറ്റിവെച്ചാലോ? ഈ ഗുരുക്കന്മാർ, അല്ലെങ്കിൽ ഈ പ്രകൃതി ദൃശ്യങ്ങൾ, ഈ മൂല്യവത്തായിട്ടുള്ള വെളിച്ചങ്ങൾ, സംഗീതം, സിനിമ, നല്ല മനുഷ്യരുമായിട്ടുള്ള സംസർഗം, ഇങ്ങനെയുള്ള എൻ്റെ എഴുത്ത്, എൻ്റെ പ്രഭാഷണങ്ങൾ, എൻ്റെ യാത്രകൾ, ഇതെല്ലാം ഞാൻ മാറ്റിയങ്ങ് വെച്ച് ഞാൻ മാത്രമായി ഇരുന്നാൽ എന്തായിരിക്കും എൻ്റെ ജീവിതമെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. നിരാശയായിരിക്കും ജീവിതം. അപ്പോൾ ജീവിതത്തിൻ്റെ സഹജനില ആനന്ദമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിർത്തിവെച്ച് ഇരിക്കലാണ് സഹജനിലയെങ്കിൽ
അതൊരിക്കലും നമുക്ക് പ്രസാദാത്മകത തരില്ല എന്ന് നാം അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സഹജ നിലയിലേക്ക് തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സർഗാത്മകമായ കാര്യങ്ങൾ നിർത്തിവെക്കലാണ് എങ്കിൽ അത് വെളിച്ചത്തേക്കാൾ ഇരുട്ടായിരിക്കും നമുക്ക് സമ്മാനിക്കുക. ജീവിതത്തിന് അർത്ഥം നമ്മൾ കൊടുക്കേണ്ടതാണ്. നമ്മൾ ജീവിതത്തിന് അർത്ഥം കൊടുത്ത് അതിനെ പൊലിപ്പിച്ച് ആ ദീപത്തെ കത്തിച്ച് കാറ്റ് വന്ന് അണയാതെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഹൃദയത്തിൻ്റെയും ഒക്കെ കൈകൾ കൊണ്ട് അതിനെ മെല്ലെ വന്ന് മൂടി ശ്രദ്ധയോടെ കൊണ്ടുപോവേണ്ടതാണ്. സ്വാഭാവികമായി ജീവിതം നിരർത്ഥകതയിലേക്കാണ് വീണുപോകുക. നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയും നമ്മുടെ ധീയെ, നമ്മുടെ ബോധത്തെ പ്രചോദിപ്പിച്ച് നിർത്തിയാൽ മാത്രമേ ജീവിതം അർത്ഥവത്താണ് എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാവുള്ളൂ. ജീവിതത്തെ നമ്മൾ അർത്ഥവത്താക്കി തോന്നിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതൊരു സത്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. നിരർത്ഥകതയെ ഒരു സത്യമാണ്, അർത്ഥവത്തായതും സത്യമാണ്. രണ്ടും രണ്ട് തരത്തിൽ നമ്മൾ തോന്നിപ്പിക്കുന്നതാണ്. ഇതിലേത് തോന്നിപ്പിക്കലിനെയാണ് ഞാൻ നിലനിർത്തേണ്ടത് എന്നിടത്ത് മാത്രമാണ് ചോദ്യം. അല്ലാതെ നിരർത്ഥകത എന്ന് പറയുന്നത് തെറ്റും തോന്നലും, ജീവിതം അർത്ഥവത്താണ് എന്ന് പറയുന്നത് സത്യവുമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജീവിതം നിരർത്ഥകമെന്ന് തോന്നുന്നതും സത്യമാണ്, തോന്നലാണ്, സത്യമായ ഒരു തോന്നലാണ്. ജീവിതം അർത്ഥവത്താണ് എന്ന് പറയുന്നതും സത്യമായ ഒരു തോന്നലാണ്. ഈ രണ്ട് തോന്നലുകളിൽ ഏത് തോന്നലിനോടൊപ്പം നിൽക്കുമ്പോഴാണ് നമുക്ക് ജീവിക്കുന്നു എന്ന ഫീൽ ഉണ്ടാകുന്നത്, ആ തോന്നലിനെ നമ്മൾ നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് ജീവിതം സ്വാഭാവികമായി സഹജനിലയിൽ അർത്ഥവത്തായി തീരുമെന്ന് നമ്മൾ കരുതുകയേ അരുത്. അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കേണ്ടതുണ്ട് നമ്മൾ. ജീവിതത്തിന് എന്താണ് അർത്ഥമെന്ന് ചോദിക്കുമ്പോൾ ജീവിതത്തിന് നമ്മൾ അർത്ഥമുണ്ടാക്കണം എന്നാണ് ഗുരുക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്, അവരുടെ ജീവിതം കൊണ്ട് അവർ ചെയ്തിട്ടുള്ളത്. ഒരാകാശത്തു നിന്നും ജീവിതത്തിൻ്റെ അർത്ഥം നമ്മളുടെ ബോധത്തിലേക്ക് പൊട്ടി വീഴില്ല, നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതാണ്. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്ന്, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിൽ നിന്ന്, നമുക്ക് ചുറ്റുമുള്ള മറ്റു ജീവജാലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കേണ്ടതും നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടതുമാണ് ആ അർത്ഥം എന്ന് പറയുന്നത്. എത്ര ആഴമുള്ള സ്നേഹമുള്ള സൗഹൃദങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടുകാരായി സ്വീകരിക്കാൻ കഴിയുമോ അത്രയും നമുക്ക് ജീവിതം അർത്ഥവത്തായി തോന്നും. എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കുമ്പോഴല്ല ജീവിതത്തിന് അർത്ഥം തോന്നുക. നമ്മൾ ഓരോന്നിൽ നിന്നും മാറി നിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ നിരർത്ഥകതയുടെ ലോകത്തിലേക്ക് വീണു പോവുകയാണ് ചെയ്യുക. നമ്മൾ പലതിനോടും ചേർന്ന് നിന്നത് ശരിയായ ചേർന്ന് നിൽക്കലല്ലാതെ ആയതുകൊണ്ടാണ് ചേർന്ന് നിൽക്കലുകളെ മുഴുവൻ നമ്മൾ ഭയക്കേണ്ടി വരുന്നത്. അർത്ഥവത്തായ ചേർന്ന് നിൽക്കലുകളെയാണ് നാം പ്രോത്സാഹിപ്പിക്കേണ്ടത്. നമ്മളുടെ ചേർന്ന് നിൽക്കലുകളും നമ്മുടെ കൂട്ടും പലപ്പോഴും നമുക്ക് ആഴമേറിയ നോവുണ്ടാക്കുന്നതിന് കാരണമായത് വേണ്ടത്ര ശ്രദ്ധയോടെ നമ്മൾ കൂട്ടുകൂടാതെ പോയതുകൊണ്ടാണ്. കൂട്ടുകൂടാതെ മനുഷ്യരായിട്ട് മാത്രമല്ല, സാഹിത്യമായിട്ട്, സംഗീതമായിട്ട്, പ്രകൃതിയായിട്ട്, ഉദാത്തമായ ആശയങ്ങളായിട്ട്, മഹാഗുരു പരമ്പരകളായിട്ട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ട്, വെളിച്ചത്തിൻ്റെ നേരിയ
പ്രഭാവമുള്ള ഇടങ്ങളിലേക്ക് പോലും നാം ബോധപൂർവം കടന്നു ചെന്ന് കൂട്ടുകൂടാൻ ശീലിക്കേണ്ടതുണ്ട്. ഒരു ജീവിതത്തെ അർത്ഥവത്താക്കാൻ 2 വരി മതി. കടലിലെഴും തിര പോലെ കായമോരോന്നുടനുടനേറിയുയർന്നമർന്നിടുന്നു. മുടിവിധിനിങ്ങിതുഹന്ത മൂല സംവിത്കടലിൽ അജസ്രവുമുള്ള കർമ്മമത്രേ. വെറുതെ നമ്മളിരുന്നിങ്ങനെ ചൊല്ലുമ്പോൾ ഒരു ചിരി പടരും നമ്മളുടെ മനസ്സിൽ. മൂലസംവിത്കടലിൽ അജസ്രവുമുള്ള കർമ്മം മാത്രമാണ് ഇക്കാണുന്ന സർവചരാചരങ്ങളുടെയും ഉണ്ടാകലും നിലനിൽക്കലും ഇല്ലാതാകലും എന്ന് പറയുന്ന 4 വരി അറിവിൽ, തോന്നലാണത് കേട്ടോ. സത്യമായ ആ ഒരു തോന്നൽ കൊണ്ട് അസത്യമായ പല തോന്നലുകളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും. സങ്കല്പങ്ങൾ കൊണ്ട് വേണം നാം ജീവിതത്തെ പ്രസാദാത്മകമാക്കി മാറ്റാൻ. എല്ലാ തരത്തിലുമുള്ള നിരാശയിൽ നിന്നും നിരർത്ഥകതയിൽ നിന്നും ബോധപൂർവം നമ്മൾ പുറത്തു വരാൻ സഹായിക്കുന്ന ജീവിതാന്തരീക്ഷത്തെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്, സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണോ കളിമണ്ണ് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന കളിമണ്ണിൽ നിന്ന് നല്ലൊരു ശില്പി, നല്ലൊരു കുശവൻ കുടവും മറ്റ് പാത്രങ്ങളുമൊക്കെ അനായാസമായി രൂപപ്പെടുത്തിയെടുക്കുന്നത്, അതുപോലെ അർത്ഥവത്തെന്നോ നിരർത്ഥകമെന്നോ പറയാനാവാത്ത തരത്തിലുള്ള അവ്യാകൃതമായ നമ്മളുടെ ബോധത്തിൽ നിന്ന് ഒരു ശില്പിയെപ്പോലെ, ഒരു കുശവനെപ്പോലെ അർത്ഥവത്തായ ശില്പങ്ങൾ കൊണ്ട് നാം നമ്മളുടെ ജീവിതത്തെ അർത്ഥവത്താക്കി മാറ്റണം. കുഞ്ഞു കുഞ്ഞു കുറവുകൾ കാണുമ്പോൾ മനുഷ്യരിൽ നിന്ന് ഓടി ഒളിക്കാതെ കുഞ്ഞു കുഞ്ഞു നന്മകളുണ്ടെങ്കിൽ ആ നന്മകളിൽ തന്നെ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. കുറ്റങ്ങളിലേക്ക്, കുറവുകളിലേക്ക് എപ്പോഴും ഇങ്ങനെ പാഞ്ഞു പോകുന്ന നമ്മളുടെ മനസ്സിനെയും ചിന്തയെയും അടിച്ചൊതുക്കി ഒരു മൂലയിൽ വെച്ചിട്ട്, എൻ്റെ പ്രിയപ്പെട്ടൊരു സുഹൃത്ത് എനിക്കൊപ്പമുണ്ടെങ്കിൽ അയാളുടെ കുറ്റങ്ങളും കുറവുകളെയും മുഴുവൻ മാറ്റിവെച്ച് ആ വ്യക്തിയിലുള്ള നേരിയ വെളിച്ചത്തെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ ചേർത്ത് പിടിക്കണം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അതൊരു വ്യക്തിയെക്കുറിച്ചാവട്ടെ, ഒരു കുടുംബത്തെക്കുറിച്ചാവട്ടെ, ഒരു സമൂഹത്തെക്കുറിച്ചാവട്ടെ, ഒരു പ്രപഞ്ചത്തെക്കുറിച്ചാവട്ടെ, എന്തിനെക്കുറിച്ചായാലും പരസ്പരം ഈ കുറവുകളെ ചർച്ച ചെയ്യുന്ന മനസ്സിൻ്റെ നിരർത്ഥകമായ തോന്നലിനെ മാറ്റിവെച്ചിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാതെ, പരസ്പരം പ്രോത്സാഹിപ്പിക്കാതെ, അതിനെ നിരുത്സാഹപ്പെടുത്തി എന്തിനാണ് നമ്മളിങ്ങനെ കുറ്റങ്ങളും കുറവുകളും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എത്രയോ നല്ല വെളിച്ചം അവിടെയുണ്ട്. മതത്തെക്കുറിച്ച് പറയുമ്പോൾ, മനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ, ആശയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ വിമർശനാത്മകമായ ഇടങ്ങൾ കണ്ടെത്താൻ എളുപ്പമാണ്. കുറച്ച് ബുദ്ധിയുള്ള ഒരാൾക്ക് എല്ലാറ്റിലും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ കഴിയും. കാരണം കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത ഒരാശയവും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല, ഒരു മനുഷ്യനും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അതുകൊണ്ട് എന്താണ് നമുക്ക് കാര്യം? യേശുക്രിസ്തു ഒന്നിനും കൊള്ളാത്തവനാണെന്ന്, ഗാന്ധിജി ഒന്നിനും കൊള്ളാത്തവനാണെന്ന്, മുഹമ്മദ് നബിയും ബുദ്ധനും ഒന്നിനും കൊള്ളാത്തവരാണെന്ന് തെളിയിക്കാൻ എളുപ്പമാണ്. അവരുടെ ജീവിതത്തിലെ ബലഹീനത നിറഞ്ഞ സന്ദർഭങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ അത് മാത്രമാണോ അവർ? അതുപോലെ തന്നെ പ്രകാശവത്തായ എത്രയോ ഇടങ്ങൾ അവരിലുണ്ട്. അതിന് പ്രാധാന്യം കൊടുക്കാതെ ഇങ്ങനെയുള്ള ചെറിയ ഇടങ്ങളെ അതിശയോക്തിയോടെ പൊലിപ്പിച്ച് കാണിക്കുകയും വലിയ വെളിച്ചങ്ങളെ അതിശയോക്തിയോടെ താഴ്ത്തിക്കളയുകയും ചെയ്യുന്ന നമ്മളുടെ മനസ്സിൽ നിന്ന് മുക്തി കിട്ടിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തെ അർത്ഥവത്താക്കി
എടുത്തനുഭവിച്ച് ജീവിച്ചു മരിച്ചു എന്ന തോന്നലിൽ മരിക്കാൻ കഴിയുള്ളൂ. എല്ലാം തോന്നലാണ്. മായ എന്ന് പറയുന്നതാണ്. ഉദാത്തമായ മായയിലാണ് നമുക്ക് ജീവിക്കേണ്ടത്. പ്രസാദാത്മകമായ മായയിൽ ജീവിക്കാൻ നിരാശാത്മകമായ മായയിൽ നിന്ന് മുക്തി കിട്ടണം. അത് തുടങ്ങേണ്ടത് നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ഫോൺ വിളിക്കുന്നിടത്തുനിന്നാണ്. നമ്മളൊരു മൂന്നാമതൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ആളിലെ തിന്മകളെ എടുത്തു പറഞ്ഞ് നമ്മൾ രണ്ടുപേരും നമ്മളിലെ തിന്മകളെ മറച്ചു വെച്ച് നമ്മളിലെ രണ്ട് ശരികളെ പൊലിപ്പിക്കുന്ന ഇടത്തു നിന്നാണ്, അതിനെ ചോദ്യം ചെയ്യുന്നിടത്തു നിന്നാണ് ജീവിതത്തെ അർത്ഥവത്താക്കുന്ന യാത്ര തുടങ്ങേണ്ടത്. നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഏതൊരാളെ കുറ്റം പറയാൻ വേണ്ടിയാണോ നമ്മളൊരാളെ ഫോൺ വിളിക്കുന്നത്, ആ ആളോട് ആ ആൾ നമ്മൾ പറയുന്ന പോലെ മാത്രമല്ലല്ലോ. എത്രയോ നമ്മളുടെ കൂടെ സുഹൃത്തായിട്ടിരുന്നിട്ടുണ്ട്, എത്രയോ നന്മ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്, എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ ഒന്നിച്ച് സന്തോഷിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ബാക്കിയൊക്കെ നമ്മൾ മറന്നു പോകുന്നില്ലേ എന്ന ഒരു ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥവത്തായ ആകാശത്തിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു വഴി അതിലൂടെ നമുക്ക് തുറന്നു കിട്ടും. അതൊരു വഴിയാവില്ല, പക്ഷെ അതിലൂടെ ഒരു വഴി തുറന്നു കിട്ടും. അതിലൂടെയേ വഴികൾ തുറന്ന് കിട്ടുള്ളൂ. ഞാൻ കൂടെ താമസിച്ചിട്ടുള്ള ഗുരുക്കന്മാരൊക്കെ പരമമായ ഒരു സത്യത്തിലേക്ക് ഉണർത്തിക്കൊണ്ടുപോകാനല്ല നമ്മളെ സഹായിച്ചിട്ടുള്ളത്. ദൈനംദിന ജീവിതത്തിൽ ഉണർന്നിരുന്ന് ജീവിക്കുന്ന സമയങ്ങളൊക്കെ കഴിയുന്നത്ര അർത്ഥവത്താക്കുന്ന രീതിയിൽ എങ്ങനെ ജീവിക്കാമെന്ന് പരിശീലിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വെറുതെ ഇരിക്കുമ്പോൾ ഒരു നോട്ട് പുസ്തകം എടുത്തിട്ട് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു 10 വരി വൃത്തിയായ കൈയക്ഷരത്തിൽ ഇരുന്ന് എഴുതിക്കോളൂ എന്ന് പറയും. ഒരു കാര്യമില്ലാത്ത കാര്യം. നമ്മൾ ചിന്തിക്കണമെങ്കിൽ എന്തിനപ്പോൾ ഇതിൽ എഴുതി വെക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം അതിൽ നോക്കി വായിച്ചാൽ പോരെ, അത് വീണ്ടും എന്തിനാണ് ഒരു കടലാസിലേക്ക് പകർത്തുന്നത്? ചോദിച്ചാൽ ഒരർത്ഥമില്ല. പക്ഷെ ആ ഒരു അർത്ഥവുമില്ലാത്ത ഒരു കർമ്മത്തിലൂടെയാണ് ഇന്നും ഞാൻ അങ്ങനെ എഴുതിയിട്ടുള്ള പേപ്പറുകൾ ഫയലുകളിൽ ഫേൺഹിൽ ഗുരുകുലത്തിൽ ചതല് പിടിച്ചിരിപ്പുണ്ടാവും. പക്ഷെ എൻ്റെ ബോധത്തിലെ ചതല് മാറ്റാൻ അത് സഹായിച്ചിട്ടുണ്ട്. പുറത്ത് അലമാരകളിൽ ചിതൽ പിടിച്ച് കിടക്കുന്ന നോട്ട് പുസ്തകം എൻ്റെ ബോധത്തിലെ ഒരുപാട് ചിതലുകളെ ഇല്ലാതെയാക്കാൻ സഹായിച്ചിട്ടുള്ള, ആ എഴുതിക്കൊണ്ടിരുന്ന നിമിഷങ്ങളെ മുഴുവൻ അർത്ഥവത്താക്കിയ കർമ്മങ്ങളാണ്. അതൊക്കെ വളരെ മൂല്യവത്തായ കാര്യങ്ങളാണ്. നമുക്ക് ജീവിതത്തെ അർത്ഥവത്താക്കാനുള്ള സന്ദർഭം നമ്മുടെ മുറിയിൽ തന്നെയുണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്, നമ്മുടെ വീടിൻ്റെ പുറത്ത് പരിസരത്ത് തന്നെയുണ്ട്. നമ്മളൊന്ന് കണ്ണ് തുറന്ന് കണ്ടാൽ മതി, കാത് തുറന്ന് കേട്ടാൽ മതി. ഗുരുകുലത്തിൽ വളരെ നിരാശയോടുകൂടി ഡിപ്രഷൻ അടിച്ച് കവിത മാത്രം എഴുതി ജീവിതം നിരർത്ഥകമാണെന്ന് പറഞ്ഞ് കടന്നു വന്ന ഒരു ചെറുപ്പക്കാരനോട് രാവിലെ എഴുന്നേറ്റാൽ ഞാൻ നിൻ്റെ മുറിയിൽ വരും, നിൻ്റെ മുറി ഒന്ന് വൃത്തിയായി അടിച്ച് തുടച്ച് എല്ലാം അതതിൻ്റെ സ്ഥാനത്ത് വെച്ച് നീ ഇരുന്നേക്കണം എന്ന് ഗുരു പറഞ്ഞു രാത്രി പോകുമ്പോൾ. അന്ന് രാത്രിയും പിറ്റേന്ന് രാവിലെയും എഴുന്നേറ്റ് അവൻ മുറിയൊക്കെ വൃത്തിയാക്കി കുളിച്ച് നീറ്റാക്കി വെച്ച് ഇരിക്കുന്ന മുറിയിലേക്ക് ഗുരു കടന്നു ചെന്നു. അന്ന് ഗുരു കാണുന്ന ആൾ വേറൊരാളാണ്. അതിന് തൊട്ട് മുമ്പ് കണ്ട ആളല്ല. വേദാന്തം പഠിച്ചിട്ടല്ല, മന്ത്രങ്ങൾ ചൊല്ലിയിട്ടല്ല, ധ്യാനിച്ചിട്ടല്ല, ഉദാത്തമായ ഒരാശയത്തെയും ഉള്ളിലേക്ക് സ്വീകരിച്ചിട്ടുമല്ല.
ആളാകെ ചെയ്തത് ആകെ അലങ്കോലമായി കിടന്നിരുന്ന മുറി വൃത്തിയായി അടിച്ച് തുടച്ച് പഴയ ബെഡ്ഷീറ്റും തലയണോറയൊക്കെ മാറ്റി പുതിയതിട്ട് അവിടെ ഇവിടെയും കിടന്നിരുന്ന പുസ്തകങ്ങളൊക്കെ അടക്കി ഒതുക്കി ക്ലീൻ നീറ്റാക്കി വെച്ച് ഒരു ചന്ദനത്തിരൊക്കെ കത്തിച്ച് ആളും കുളിച്ച് പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് ഗുരു തൻ്റെ മുറിയിലേക്ക് വരികയാണ്. ഗുരു അങ്ങനെ ആരുടെയും മുറിയിലേക്കൊന്നും പോകാറില്ല. പ്രസന്നവദനായ ഒരാൾ ജീവിതത്തെ അർത്ഥവത്താക്കിയത് എങ്ങനെയാണ് എന്നുള്ളതാണ്. വളരെ നിരാശാത്മകമായ ഒരു ബോധത്തിൽ നിന്ന് പ്രസാദാത്മകമായ ബോധത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ വന്നത് ധ്യാനിച്ചിട്ടല്ല, ഉദാത്തമായിട്ടുള്ള ആശയങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടല്ല, താൻ അനുഭവിച്ചിരുന്ന ഏകാന്തതയിൽ നിന്ന്, നിരാശയിൽ നിന്ന്, തന്നെ ബാധിച്ചിരുന്ന സ്വത്വ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി കിട്ടിയത് അങ്ങനെയൊക്കെയായിരുന്നു. ആ ഒരു ചെറുപ്പക്കാരൻ ഞാൻ തന്നെയാണ്. പക്ഷെ അതവിടെ ഒരു മുറി അടിച്ച് വൃത്തിയാക്കുന്നിടത്ത് അവസാനിക്കുന്നില്ല. നമ്മളുടെ ബോധത്തെ നിരാശയുടെ ഇടനാഴിയിൽ വീണു പോവാതെ പ്രസാദാത്മകതയുടെ ആകാശത്തിൽ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് ചുറ്റുമുള്ള സാധാരണ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായാൽ മതിയെന്നും നമുക്കുത്തരവാദിത്തത്തോടെ ചെയ്യാൻ കഴിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ മതിയെന്നും നാം മനസ്സിലാക്കിയാൽ മതി. ഞാൻ മനോഹരമായിട്ടുള്ള ഒരു സെൻറ്റൻസ് MN കാരശ്ശേരിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടു. വളരെ ഇഷ്ടപ്പെട്ടു എനിക്കത്. അപ്പുറത്തിരിക്കുന്ന ഒരാളുടെ ഭൗതിക പ്രശ്നമാണ് എൻ്റെ ആത്മീയത. എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാളുടെ ഭൗതിക പ്രശ്നമാണ് എൻ്റെ ആത്മീയത. അപ്പുറത്തിരിക്കുന്ന ഒരാൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്നു എന്ന് അറിയുന്ന എൻ്റെ ബോധം എൻ്റെ ആത്മീയതയാണ്. അവിടെയാണ് കരുണ ഉണരുക. മറ്റുള്ളത് എൻ്റെ ചുറ്റും ഒരു വ്യക്തി മാത്രമല്ല, എനിക്ക് ചുറ്റും കുറവുകളോടുകൂടിയിരിക്കുന്ന, എൻ്റെ സപ്പോർട്ട് കൂടി ആവശ്യമുണ്ട് എന്ന് കരുതിയിരിക്കുന്ന ഇടങ്ങൾ, പ്രശ്നങ്ങൾ, അത് എനിക്ക് തൊട്ടറിയാൻ കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ സജീവമാകുന്ന ഒരു ആത്മീയതയുണ്ട്. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു എന്ന് നാരായണഗുരു പറയുന്നത് അങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്. അപരൻ്റെ ഭൗതിക പ്രശ്നമാണ് എൻ്റെ ആത്മീയത. എന്തൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഡയമെൻഷൻ ഉണ്ട് അതിന്. അതെൻ്റെയും കൂടി പ്രശ്നമാണ് എന്ന അറിവാണത്. എനിക്ക് ചുറ്റുമുള്ളവരുടെ മുഴുവൻ പ്രശ്നങ്ങളും എൻ്റെയും കൂടി പ്രശ്നമാണ്. എൻ്റെ പ്രശ്നം മാത്രമല്ല എൻ്റെ പ്രശ്നം എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ദുഃഖം തന്നെ ഉദാത്തമായിട്ട് മാറുക. വ്യഷ്ടിഗതമായ ദുഃഖം സമഷ്ടിഗതമായ ദുഃഖമായി മാറുമ്പോൾ ദുഃഖത്തിന് മൂല്യവത്തായ ഒരു തലമുണ്ടായി വരും. എൻ്റെ ദുഃഖത്തിലേക്ക് എൻ്റെ ചുറ്റുമുള്ള ദുഃഖങ്ങളെ കൂടി ഞാൻ ചേർത്ത് വയ്ക്കുമ്പോൾ അവിടെ ഒരു വെളിച്ചമുണ്ടായി വരും. പ്രശ്നം ഞാനാണ്. ഞാൻ എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നതാണ് പ്രസാദാത്മകതയെ അനുഭവിക്കാതിരിക്കാൻ കാരണം. എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന എന്നെ അതിൽ നിന്ന് വിടർത്തി എൻ്റെ ചുറ്റുപാടുകളിലേക്ക് പ്രസരിപ്പിക്കാൻ എനിക്ക് കഴിയുമ്പോൾ ജീവിതം അർത്ഥവത്തായിട്ട് മാറും. ജീവിതം വെളിച്ചമുള്ളതായിട്ട് മാറും. ജീവിതം കൊള്ളാം എന്ന് നമുക്ക് തോന്നിത്തുടങ്ങും. ചെറിയ കുഞ്ഞുങ്ങളിൽ നമ്മൾ ആ വെളിച്ചം കാണുന്നുണ്ട്. ഒരു പിഞ്ചുകുട്ടി, ഒരു പാട്ട് പാടുന്ന ഒരു കുട്ടിയോട് ഒരു വലിയ ഗായകൻ, അവൾ മനോഹരമായിട്ട് പാടുകയൊക്കെ ചെയ്തപ്പോൾ എന്ത് സമ്മാനമാണ് ഞാൻ നിനക്ക് തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്താൽ മതി,
നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്താൽ മതി, എനിക്കൊന്നും വേണ്ട എന്നൊരു പിഞ്ചു മോള് ഒരു റിയാലിറ്റി ഷോയിൽ ഒരു വലിയ ഗായകനോട് ഒരു കുഞ്ഞു ഗായിക കുഞ്ഞ് പറഞ്ഞത് ഞാൻ ഈയിടെ കേട്ടു. മഹത്തായ ജീവിത ദർശനമാണ് അത്. ജീവിതത്തെ അർത്ഥവത്താക്കുന്നത് അങ്ങനെയൊക്കെയാണ്. എനിക്കൊന്നും വേണ്ട, എനിക്കിതൊക്കെ മതി. പക്ഷെ നിങ്ങൾ എനിക്കെന്തെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കൂ, ചുറ്റുപാടുള്ള ആവശ്യക്കാരിലേക്ക് കൊടുക്കൂ എന്ന് പറയുന്ന ആ ഒരു ഉള്ള് തനിക്കുള്ളതൊക്കെ പങ്കുവെക്കുന്ന ഉള്ളായിട്ടേ മാറുള്ളൂ. ജീവിതം ആക്കേണ്ടത് അങ്ങനെയാണ്. ജീവിതം അർത്ഥവത്താണോ എന്ന് ചോദിച്ചാൽ ജീവിതം അർത്ഥവത്താക്കണം എന്ന് നമ്മൾ ഉത്തരം പറയേണ്ടതുണ്ട്. മറ്റുള്ളവർ നമ്മുടെ ജീവിതം അർത്ഥവത്താക്കി തീർക്കാൻ കാത്തിരിക്കാതെ, ആരൊക്കെയോ എന്നെ പരിഗണിച്ചാൽ, ആരൊക്കെയോ എന്നെ സ്നേഹിച്ചാൽ, ആരൊക്കെയോ എന്നെ സഹായിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതം അർത്ഥവത്താകൂ എന്ന് നിർബന്ധം പിടിച്ച് കാത്തിരിക്കാതെ, ഞാൻ തന്നെ മറ്റുള്ളവരിലേക്കും മറ്റുള്ളതിലേക്കും ഉണർന്ന് കടന്നു എന്ന് എൻ്റെ ജീവിതത്തെ അർത്ഥവത്താക്കാൻ കാത്തിരിക്കുന്ന ജീവിത സന്ദർഭങ്ങളാണ് എനിക്ക് ചുറ്റുമുള്ളത് എന്നറിഞ്ഞ് അതിലേക്ക് നമ്മൾ ഉണർന്ന് ചെല്ലാൻ തയ്യാറാകുമ്പോൾ ഹാ ജീവിതം എന്ന് കൃതജ്ഞതയോടെ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞ് പ്രശാന്തമായി ഉറങ്ങാൻ നമുക്ക് കഴിയും. ആ ഒരു വെളിച്ചമാണ്, ആ ഒരു പ്രസാദാത്മകമായ തോന്നലിൻ്റെ വഴിയാണ് നമ്മളെല്ലാവരും ഹൃദയപൂർവ്വം പുൽകേണ്ടത്, നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത്, നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. ജീവിതം നിരർത്ഥകമോ അർത്ഥവത്തോ അല്ല, ജീവിതത്തെ നാം അർത്ഥവത്താക്കി തീർക്കുകയാണ് വേണ്ടത് എന്നൊരു തിരിച്ചറിവ് നമുക്കേവർക്കുമുണ്ടാവട്ടെ, എനിക്കുമുണ്ടാവട്ടെ, നിങ്ങൾക്കുമുണ്ടാവട്ടെ, നമുക്ക് ചുറ്റുമുള്ള സർവ്വമനുഷ്യർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയിൽ നിറഞ്ഞ സ്നേഹത്തിൽ വളരെ സന്തോഷം തോന്നാറുണ്ട്. ഒരുപാട് മനുഷ്യർ നമ്മളുമായി ഇടപഴകി കടന്നു പോകുമ്പോൾ ഏതൊക്കെയോ രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ അവരുടെയൊക്കെ നിരാശയുടെ ലോകത്തിൽ പോയി സ്പർശിക്കാനും കുറച്ചുകൂടി പ്രസാദാത്മകമായ ഒരു ലോകത്തിലേക്ക് അവരെയും അതോടൊപ്പം എന്നെയും ഉണർത്താനും ജീവിതം കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും എൻ്റെ ജീവിതവും എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്ന തരത്തിലാവാൻ എനിക്ക് ചുറ്റും ചേർന്ന് നിൽക്കുന്ന മനുഷ്യരൊക്കെ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ പരസ്പരം ജീവിതത്തെ അർത്ഥവത്താക്കാൻ സഹായിക്കുന്ന സൗഹൃദമായി മാറി നമുക്ക് മുൻപോട്ടൊഴുകാൻ കഴിയട്ടെ എന്ന ഒരു ആശംസയാണ്, ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ സ്നേഹത്തോടെയും നമസ്കാരം.